ഒരു കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി കൂടുമ്പോ ഇതിലേക്ക് ആരെ ക്ഷണിക്കണമെന്നൊരു ചിന്ത വരുമ്പോ നമ്മുടെ അയൽപക്കത്തുള്ള ഉസ്താദിനെ ക്ഷണിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും വിധം നിങ്ങളുടെ ഇടയിൽ ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എനിക്കൊരു അടുത്ത സുഹൃത്തുണ്ട്, എന്റെ ഒരു ആത്മസുഹൃത്ത് എന്റെ പള്ളിയുടെ മെമ്പറിന്റെ ഉള്ളിലല്ല. ആ ആത്മസുഹൃത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നുണ്ട്. അവനുണ്ടായിരുന്നെങ്കിൽ അവനോട് കാണാം. എനിക്കൊരു ആത്മസുഹൃത്തുണ്ട്. അവൻ എന്റെ പള്ളിയുടെ ഉള്ളിലല്ല, എന്റെ വീടിന്റെ അയൽവക്കത്തല്ല. അവൻ കിടക്കുന്നവന്റെ വീടിന്റെ മുമ്പിലെ ചിതയിലെ ഭസ്മമായി അവൻ അലിഞ്ഞുപോയി. എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അമ്പലമുക്കിലെ സരൂ നടത്തിയിരുന്ന അനൂപ്. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അനൂപിനെ സുഹൃത്തായി കാണാൻ, അവന്റെ ജീവിതത്തിൽ പങ്കാളിയാവാൻ അനൂപന്റെ വീട്ടിൽ വരും. അനൂപിന് എന്റെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങളുടെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു തടസ്സവും ഇതിനെ തോന്നിയിട്ടില്ല. എനിക്കൊരു മാനദണ്ഡവും അതിന് മറികടന്നിട്ടില്ല. എന്റെ മതം എനിക്കതിന് തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇന്ന് എന്റെ ആത്മസുഹൃത്ത്, ഞാൻ എന്റെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞത് അവന്റെ മരണത്തിൽ നിന്ന് ആ ഭൗതിക ശരീരത്തിന്റെ മുകളിലാണ്. കാരണം അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവൻ, അത്രമേൽ എന്റെ കുടുംബവുമായി അടുത്തവനായിരുന്നു ഞാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ അമ്മമാരോട്, നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് ഒരു ദിവസം എവിടെയോ ഈ ജീവിതത്തിന്റെ നാൽക്കവരയിൽ കണ്ട് എവിടെ